ദർബാർ ഹാളിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത് കൃഷ്ണ, അവസാന യാത്രയ്ക്ക് ഒരുങ്ങി VS ഇനി വേലിക്കകത്ത് വീട്ടിൽ നിന്നും ദർബാർ ഹാളിലേക്ക്. എന്താണ് അവിടെ ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ? മോദി VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഏറെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന 5 വർഷം മുഴുവനായും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലമാണ്, അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന സ്ഥലമാണ് കേരള സെക്രട്ടേറിയറ്റ്. VSന് അവസാന യാത്ര നൽകുമ്പോൾ, നാടവസാന യാത്ര നൽകുമ്പോൾ അതിന് അദ്ദേഹത്തിന് അന്ത്യവിശ്രമത്തിന് പോകുന്നതിന് മുൻപുള്ള അവസാന പൊതുദർശനം തലസ്ഥാനത്ത് നടക്കുന്നത് ഇവിടെ ദർബാർ ഹാളിലാണ്. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിനകത്ത് സുരക്ഷാ ഒരുക്കങ്ങളിലാണ് പോലീസ്. ദർബാർ ഹാളിന് ഉൾവശത്ത് VSന് പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം സജ്ജമായിരിക്കുന്നു. നമുക്ക് അകത്തേക്ക് എത്തുമ്പോൾ തന്നെ ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു പീഠത്തിലാണ് VSൻ്റെ ഭൗതിക ശരീരം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി, പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ദർബാർ ഹാളിൽ VSൻ്റെ ഛായാചിത്രം ഒരുക്കിയിട്ടുണ്ട്. പരിമിതമായ ആളുകൾക്ക് മാത്രമാണ് ഇവിടെ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളും മന്ത്രിമാരും എല്ലാം അടങ്ങുന്ന വിശിഷ്ട അതിഥികൾ മാത്രമായിരിക്കും ഈ ഭാഗത്തുണ്ടാകുക, ദർബാർ ഹാളിനകത്തുണ്ടാകുക. ഇവിടേക്ക് 2 വശത്തായി ബാരിക്കേഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ബാരിക്കേഡുകളിലൂടെയാണ്, പോലീസ് സുരക്ഷയിൽ ബാരിക്കേഡിലൂടെയാണ് ഇവിടേക്ക് പൊതുദർശനത്തിനായി കാണാനെത്തുന്ന ഓരോ ആളുകളെയും, ഇവിടെ അദ്ദേഹത്തെ കാണാനെത്തുന്നത് ഇന്ന് ഈ സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ടവർ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ എത്തും. കാരണം പലവിധ ആവശ്യങ്ങളുമായി ഈ സെക്രട്ടേറിയറ്റിൻ്റെ പടവുകൾ കയറി ഇറങ്ങിയ സാധാരണ ജനങ്ങൾ ആണ് അവസാനമായി VSനെ കാണാനെത്തുന്നത്. VSനോട് പരാതികളായും നിവേദനങ്ങളുമായും എല്ലാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും എല്ലാം തന്നെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ വന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അത് അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഉള്ളവരുണ്ട്. അവർക്കെല്ലാം നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും തിരുവനന്തപുരത്തെ വീടിന്റെ പരിസരത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു നോക്ക് കാണാൻ അവസാനമായി കാത്തു നിൽക്കുന്നവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ജനങ്ങളുണ്ട്. അവർക്കൊക്കെയും ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുമോ? ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തും നിരവധി പേർ എത്തിയിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഇപ്പോൾ ആളുകൾ എത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ VSൻ്റെ ഭൗതിക ശരീരമുള്ളത് കുന്നുകുഴിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അവിടേക്കാണ് പരമാവധി പേർ എത്തുന്നത്. കാരണം ഇന്ന് രാവിലെയെല്ലാം നമ്മളവിടെ നിൽക്കുമ്പോൾ കാണുന്നത് ഒരുപാട് പേർ ഓടിക്കിതച്ച് വരുന്നുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് 3:20 VSൻ്റെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം അങ്ങ് കാസർഗോഡ് മുതലുള്ള ജനങ്ങൾ, അത് പാർട്ടിക്കാരുണ്ട്, അത് അല്ലാത്തവരുണ്ട്, VSലൂടെ പല ആവശ്യങ്ങളും ഉയർത്തിയവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കിട്ടിയ വണ്ടി പിടിച്ച് ഇങ്ങെത്തിയവരുണ്ട്, ട്രെയിൻ കാത്ത് നിൽക്കാത്തവരുണ്ട്. കാരണം ട്രെയിനിലെല്ലാം വലിയ തിരക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു വാഹനം എടുത്ത് ഇങ്ങെത്തിയവരെ ഇന്ന് രാവിലെ നമ്മൾ കണ്ടു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കാണാനുള്ളത് VSൻ്റെ ഒരു മുഖം മാത്രമാണ്. കാരണം ഒരുപാട് നാളായി VS പൊതുവേദിയിൽ വന്നിട്ട്, നമുക്കറിയാം പൊതുവേദിയിൽ അവസാനമായി വന്നത് 2019 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്. അതിനുശേഷം അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കാരണം ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം VS വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. അപ്പോൾ പൊതുവേദിയിലില്ലെങ്കിലും VS എന്ന രണ്ടക്ഷരം ജീവനോടെ ഇവിടെ ഉണ്ട്, ഈ നാട്ടിലുണ്ട്, നമുക്ക് ഇടയിൽ ജീവിക്കുന്നു എന്നത് തന്നെയാണ് കേരളത്തിൽ VSനെ നെഞ്ചോട് ചേർക്കുന്ന ഓരോ മനുഷ്യരുടെയും ആവേശവും വികാരവുമെല്ലാം. അതുകൊണ്ട് തന്നെയാണ് 102-ാം വയസ്സിൽ മരണം ഒരിക്കലും ഒരു ജീവിക്കും അല്ലെങ്കിൽ ഒരു ജീവജാലത്തിനും തടയാവുന്നതല്ല. പക്ഷേ 102-ാം വയസ്സിൽ VS വിട വാങ്ങുമ്പോഴും VS ഈ സമൂഹത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ VS കേരളത്തിലുണ്ടാകണം, ഈ നാട്ടിലുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനത ഇവിടെ ഉള്ളത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും, അത് അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ, സ്ത്രീപക്ഷ നിലപാട്, ഇങ്ങനെ കയ്യേറ്റത്തിനെതിരായ നിലപാട്, അങ്ങനെ VS ഉയർത്തിയ ഒരു വലിയ മൂല്യമുണ്ട്. ആ മൂല്യത്തിന് അടിയുറച്ച് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യമാണ് VS എന്ന മനുഷ്യൻ ഇവിടെ ജീവനോടെ ഉണ്ടാകണം എന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി VS സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും പോലും പിടിച്ചുകൊണ്ട് പ്രശ്നങ്ങളുടെ വേരർക്കാൻ, സമൂലമില്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഈ മുതിർന്ന സഖാവിന് നിരവധി തവണ പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ 2 പതിറ്റാണ്ട് കാലത്തെ പോളിറ്റ് ബ്യൂറോ അവസരങ്ങൾ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗത്വം അവസാനിപ്പിച്ച് പടിയിറങ്ങേണ്ടി വന്നു.
അതൊക്കെയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്.